ദീപക് മലയമേലേക്ക് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ പുഴയിൽ നടത്തുന്ന പരിശോധനയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നേവിയുടെ ടീമുണ്ട്, ഒപ്പം ഈശ്വർ മാൽപ്പയും സംഘവും ഈ നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്തും. മുങ്ങൽ വിദഗ്ധരെ നിയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടത്താൻ പോകുന്നത്. നേരത്തെ പെയ്ത മഴ അതൊന്ന് തോർന്നു കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടേക്ക് വന്നിരിക്കുന്ന ഡൈവേഴ്സ് അറബിക്കടലിലടക്കം നീന്തി പരിശീലനം ഉള്ള ടീമാണ്. അറബിക്കടലിന് താഴേക്ക് വരെയുള്ള ഭാഗങ്ങളിൽ ഉള്ള സാധനങ്ങൾ കണ്ടെടുത്തിട്ടുള്ള ആളുകളെ കണ്ടെടുത്തിട്ടുള്ള 200ഓളം മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് ഒപ്പം കടലിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ആളാണ് ഈശ്വർ മാൽപ്പെ. 20 വർഷത്തോളമായി ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദീപക് മലയമ്മ, ഈശ്വർ മാൽപ്പയും സംഘവും ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയോ? മഴ തോരാൻ കാത്തു നിൽക്കുകയാണോ അതോ അവർ അവരിപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്? അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഗംഗാവലിയിലേക്ക് നേവി സംഘത്തിന്റെ കൂടെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ മേഖലയിൽ എത്രത്തോളം ഏതൊക്കെ രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താമെന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അവലോകനം നടത്തുകയാണ്. അത് നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നദിയിലേക്ക് ഇറങ്ങി പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് സജീവമായി ഇടപെടാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു മഴ അത്യാവശ്യം ശക്തമായ രീതിയിൽ തന്നെ ഈ മേഖലയിൽ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമായും ഉണ്ടാകുമെങ്കിൽ പോലും കടുത്ത ഒരു പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കടലിന്റെ മക്കളാണ് അവിടെ എത്തിയിരിക്കുന്ന 8 അംഗ സംഘം എന്ന് പറയുന്നത്. നിരവധിയായ ഓപ്പറേഷനുകൾ നേരത്തെയും നടത്തിയിട്ടുള്ള സംഘമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ആഴവും പരപ്പുമൊക്കെ മുൻപ് പരിചയമുള്ളതാണ്. ഗംഗാവലി മാത്രമല്ല, ഒരു അറബിക്കടലിനെ പോലും അത്തരത്തിൽ നേരിടുന്നവരാണ്. അതിനോട് മല്ലിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഗംഗാവലിയിലെ ഈ കുത്തൊഴുക്ക് ഒരു തടസ്സമാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഈശ്വർ മാൽപ്പയുമായി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് സീറോ വിസിബിലിറ്റി ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും അത് കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. 100 ഫീറ്റ് താഴെ വരെ പോകാനും അവിടെയുള്ള രക്ഷാദൗത്യം ഏകോപിപ്പിക്കാനും ഒക്കെ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തോളം ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ആളുകൾ കൂടിയാണ്. അതിന്റെ ഒരു ശേഷി, അതിന്റെ ഒരു കരുത്ത് ആ ടീമിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ മേഖല സംബന്ധിച്ച ഒരു പഠനം നടത്തിക്കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ നേവി നടത്തിയ പഠനത്തിന്റെ വിശദവിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ കൃത്യമായി ഈ സംഘത്തിന് ഒന്നിച്ച് നീങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ആർമിയുടെ സംഘം, കരസേനയുടെ സംഘം പൂർണ്ണമായും ഇവിടെ നിന്നും മാറുകയാണ്. അതായത് കരയിലെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്പോട്ട് 4 എന്നതിലേക്ക് കൃത്യമായി ഒതുങ്ങുകയും ആ സ്പോട്ട് 4 കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുകയുമാണ് ഇത് ചെയ്യുക. ഗംഗാവലി നദിയുടെ നടുഭാഗത്തായിക്കൊണ്ട് റോഡിൽ നിന്ന് 132 മീറ്റർ അകലെ നിൽക്കുന്ന ആ സ്പോട്ട് 4 മാത്രമാകും ലക്ഷ്യമെന്ന് പറയുന്നത്. അവിടെ ട്രക്ക് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നു മേജർ എം ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. നമുക്ക് ദീപക് മലയമേലേക്കും ഒപ്പം നമ്മുടെ വാർത്താ സംഘത്തിലേക്കും ഷിരൂരിലേക്ക് തിരിച്ചെത്താം. പരിശോധനകൾ ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. സ്പോട്ട് നമ്പർ 4 പരിശോധനയുടെ ദൃശ്യങ്ങൾ വരുന്ന മുറയ്ക്ക് നമുക്ക് അവിടേക്ക് തിരികെ എത്താം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്.